Our talented performers are here to entertain and inspire us with a skit. Let us welcome Master Roshan and team as they bring to life the story of John the Baptist. സീസറിന്റെ 15-ാം ഭരണവർഷം പൊന്തിയോസ് പിലാത്തോസ് യൂദയായുടെ ദേശാധിപതിയായി സക്കറിയായുടെ പുത്രനായ യോഹന്നാനെ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. മരുഭൂമിയിൽ ഒരുറച്ച ശബ്ദമുയർന്നു. പാപപങ്കിലമായ ജീവിതം നയിക്കുന്നവരിൽ മനസ്താപം ആഹ്വാനം ചെയ്യുന്ന ശബ്ദം, ധർമ്മത്തിനും നീതിക്കും വേണ്ടിയുള്ള ശബ്ദം, മരുഭൂമിയിലെ ശബ്ദം. ദൈവപുത്രനു വിധിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അനലുസന്തതികളെ, ആസന്നമായിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരില് കോടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലങ്ങൾ നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെറിയപ്പെടും. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് ഉടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവന് അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളോട് ആജ്ഞാപിച്ചതിൽ കൂടുതൽ ഈടാക്കരുത്. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണം അരുത്.
വേദന കൊണ്ട് തൃപ്തിപ്പെടണം. നീ യേശുക്രിസ്തു. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ആ സ്നാപകന്റെ സ്വരം കേട്ടുണർന്നു യോർദാൻ നദിയുടെ തീരം. ആ സ്നാപകന്റെ സ്വരം കേട്ടുണർന്നു യോർദാൻ നദിയുടെ തീരം. ചക്രവാളം തൊട്ട് ചക്രവാളം വരെ ശബ്ദത്തോടും കാറ്റുയർന്നു. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. യൂദയ ഭരിക്കുന്ന ഹെറോദേസ് മഹാരാജാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസ് രാജാവിന്റെ പത്നി ഹെറോദിയായി അനുരുദ്ധനായി തന്റെ രാജ്യമായ യൂദായിൽ കൊണ്ടുവന്ന് പട്ടമഹിഷിയായി കിരീടം ധരിപ്പിക്കുന്നു. ഹെറോദേസ് മഹാരാജാവിന്റെ ജീവിതത്തിലെ ഈ സുവർണ നിമിഷം എത്ര സുന്ദരം, എത്ര മനോഹര മുഹൂർത്തം. യൂദയ ഭരിക്കുന്ന ഹെറോദോസ് രാജാവിന്റെ രാജ്ഞിയായി കിരീടം ചൂടിയ ഹെരോദിയ രാജ്ഞി, നിനക്ക് മംഗളങ്ങൾ. എന്റെ പ്രിയേ, മനോഹരി, നീ ഇത് കാണുന്നില്ലേ? എന്റെ ജനങ്ങൾ ഒന്നടങ്കം നിനക്ക് ഭാവുകമേകുന്നു. ഈ സൗന്ദര്യധാമത്തെ ഫിലിപ്പിൽ നിന്നും കട്ടുകൊണ്ടുവന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞ ഞാൻ എത്ര ഭാഗ്യവാൻ. ഇന്നു മുതൽ നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അതെ പ്രിയ, ഫിലിപ്പിന്റെ രാജ്ഞിയായി ജീവിച്ചിരുന്ന ആ കാലമോത്ത് ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഒത്തിരിയേറെ ആഹ്ലാദിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ ലഭിച്ച ഈ റാണിപദത്തിൽ എന്നെ മുഴുവനായും ഞാൻ അങ്ങേക്ക് നൽകുന്നു. നിനക്ക് സമ്മാനമായി ഈ വൈഡൂര്യമാല തരട്ടെ? വേണ്ട, എനിക്കൊന്നും വേണ്ട, അങ്ങ് മാത്രം മതി. ഈ വൈഡൂര്യമാല പ്രതിസമ്മാനമായിട്ട് അങ്ങേക്ക് ഞാൻ നൽകുന്നു. ആരെവിടെ? അടിയൻ. എന്തു വേണം? ഒരു സന്യാസ ശ്രേഷ്ഠൻ അങ്ങേ മുഖം കാണിക്കാൻ പുറത്തു നിൽക്കുന്നു. കടന്നു വരാൻ പറയും. ഈ ധന്യമുഹൂർത്തത്തിൽ അങ്ങയെപ്പോലൊരു സന്യാസി ഇവിടെ കടന്നു വരുന്നത് എന്റെ ഭാഗ്യമാണ്. അങ്ങയെ കേൾക്കുവാനായി എന്റെ ഹൃദയം വെമ്പുന്നു. അങ്ങ് അരുളി ചെയ്താൽ. അല്ലയോ മഹാനായ പ്രഭു, അഭിമാനത്തോടെ അങ്ങ് രാജ്യം ഭരിക്കുക, നീതി പ്രവർത്തിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, ശാന്തിയിൽ വർദ്ധിക്കുക. പക്ഷേ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ ഈ ദുഷിതയെ എന്തിന് അങ്ങയുടെ രാജ്ഞിയായി വാഴിക്കുന്നു? ഈ നാട്ടിൽ കന്യകമാർ ഇല്ലാഞ്ഞിട്ടാണോ സഹോദര ഭാര്യയെ അങ്ങ് സ്വന്തമാക്കിയത്? ഞങ്ങളുടെ സന്തോഷം കെടുത്തുവാനായി ഇപ്പോൾ കടന്നു വന്ന നീ ആരാണ്? എന്തിനു വന്നു? എവിടെ നിന്ന് വരുന്നു? എന്നെ അപഹോളിക്കുവാനായിട്ടാണോ നീ വന്നിരിക്കുന്നത്? ദൈവത്തിൽ നിന്നും വന്ന പ്രവാചകനാണ് ഞാൻ. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിക്കുന്നവൻ. അല്ലയോ രാജാവേ, ഇവളെ
ഫിലിപ്പോസിന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. സാധ്യമല്ല. വേലി തന്നെ വിളവ് തിന്നുന്നു, രാജാവ് തന്നെ നിയമങ്ങൾ ലംഘിക്കുന്നു. ഈ ദുഷ്ടനെ ഇവിടുന്ന് കൊണ്ടുപോകൂ. ദുഷ്ടയുടെ വൈഭവം ദുഷ്ടതയാണ്. ഇന്നെനിക്ക് മരണം മുക്തിയാണ്. പാപം വിട്ടുള്ള ജീവിതം ധന്യമാണ്. പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കൂ. ഇവനെ കൊണ്ടുപോയി കാരാഗൃഹത്തിൽ അടയ്ക്കൂ. നീ എന്നെ അപമാനിച്ചതിന് ഞാൻ പകരം വീട്ടു. തീർച്ച നീ നോക്കിക്കൊള്ളു. സ്നാപക യോഹന്നാന്റെ നിർദ്ദേശം സ്വീകരിക്കാതെ അപമാനിതയായ രാജ്ഞി നോവിച്ചുവിട്ട പാമ്പിനെ പോലെ പ്രതികാരാജ്ഞിയാൽ ജ്വലിച്ചു. ഇതിനു പകരം വീട്ടാൻ അവസരം നോക്കിയിരിക്കെ അതാ ഹെറോദേസിന്റെ ജന്മദിനം. ആഹ്ലാദത്തിന്റെ ആ ദിനത്തിൽ ഹെറോദിയയുടെ മകൾ സലോമി സദസ്സിൽ നൃത്തമാടുന്നു. സലോമി, നിനക്ക് സമ്മാനമായി എന്താണ് വേണ്ടത്? ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. എന്ത് തന്നെ ആയാലും നാം അത് നൽകുന്നതായിരിക്കും. അങ്ങേക്ക് ഇഷ്ടമുള്ള എന്ത് തന്നാലും ഞാൻ സംതൃപ്തയാണ്. എന്ത് ചോദിച്ചാലും അങ്ങ് നൽകുമോ? അതോ വെറും മോഹനവാഗ്ദാനമാണോ? തീർച്ചയായും നമ്മുടെ വാക്ക് നാം പാലിക്കും. രാജ്യത്തിന്റെ പകുതിയോ സുന്ദര കൊട്ടാരമോ സ്വർണമോ വെള്ളിയോ എന്ത് തന്നെ ആയാലും. എനിക്ക് രാജ്യവും വേണ്ട, വെള്ളിയും വേണ്ട, പൊന്നും വേണ്ട. മറ്റൊരു സുന്ദരമായ സ്വപ്നം. ചോദിച്ചോളൂ. അത് ഞാൻ ചോദിക്കട്ടെ? മടികൂടാ ചോദിക്കൂ. കാരാഗൃഹത്തിൽ കഴിയുന്ന ആ സന്യാസി ശ്രേഷ്ഠന്റെ ശിരസ് ഒരു തലകയിൽ വെച്ച് ഇപ്പോൾ എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? നീ ഇത്രയും ദുഷ്ടയോ, വഞ്ചകി? മറ്റൊന്നുമില്ല നിനക്ക് ചോദിക്കാൻ. നമ്മുടെ ജന്മനാളിൽ തന്നെ ശുദ്ധനായ ആ സന്യാസ ശ്രേഷ്ഠന്റെ ശിരസ് അറുത്തിടണമോ? വേണ്ട, മറ്റൊന്നും എനിക്ക് വേണ്ട. ആ ശിരസ് മാത്രം മതി. അങ്ങേക്ക് നൽകാൻ കഴിയാത്തത് എന്തിനു വാഗ്ദാനം ചെയ്തു? ഹോ, എന്തൊരു പരീക്ഷണം! നാം എന്ത് ചെയ്യണം മന്ത്രി? വാഗ്ദാനം ചെയ്തത് നൽകി നാടിന്റെ അഭിമാനം രക്ഷിക്കൂ രാജാവേ. ആരവിടെ? അടിയൻ ആ സ്നാപകന്റെ ശിരസ് ഒരു തലകയിൽ ഇപ്പോൾ തന്നെ കൊണ്ടുവരട്ടെ. ഇതാ നീ ചോദിച്ച സമ്മാനം, കൊണ്ടുപോയിക്കൊള്ളൂ.
ആ നാവ് കൊണ്ട് ഇന്ന് നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ? കേൾക്കട്ടെ നിന്റെ ഉപദേശം. നട്ടലുള്ള സ്ത്രീയുടെ കഴുത്തതിന്റെ ബലമല്ലേ നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്? അട്ടഹസിക്കുന്ന അഹങ്കാരി കേട്ടുകൊള്ളുക. ഈ ലോകത്തിന്റെ പ്രൗഢിയും സ്ഥാനമാനങ്ങളും വെള്ളത്തിലെ കുമിളകൾ പോലെ പോയി മറയും. പാപത്തിന് പ്രേരണ നൽകിയ നിന്റെ ശരീരം കുഷ്ഠം വ്യാപിച്ച് വ്രണങ്ങൾ നിറഞ്ഞതാകും. രാജാവേ, നിന്റെ സിംഹാസനം ഇളകുന്നു. നർത്തകി, നിന്റെ ആശകൾ തകരുന്നു. നന്മ ചെയ്ത് മുന്നേറുക മർദ്യ, നന്മ ചെയ്ത് മുന്നേറുക മർദ്യ, നന്മ ചെയ്ത് മുന്നേറുക മർദ്യ. That was indeed a visual treat. Thank you, Roshan and team, for the wonderful performance.